ഹായ് ഫ്രണ്ട്സ്, മൂന്നാറാണുള്ളത്. മൂന്നാറിന്റെ ഹൃദയഭാഗത്തേക്ക് മനോഹരമായ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ? വെറും 300 രൂപയ്ക്ക് 9 പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാവുന്ന ഒരു KSRTC സൈറ്റ് സീയിങ് ബസ് യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ മിനിമം ഒരു 20 പേരെങ്കിലും വേണം. എന്നാലേ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യൂ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ സൈറ്റ് സീയിങ് ഉള്ളത്. ശ്രദ്ധിക്കുക, നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താലും കൗണ്ടറിൽ വന്ന് ക്യാഷ് അടയ്ക്കാൻ സാധിക്കൂ. അത് GPay, ഫോൺപേ ഒന്നും പറ്റില്ല, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇവിടുന്ന് പൂമ്പാറയ്ക്കൊക്കെയാണെങ്കിൽ 32 കിലോമീറ്ററും തേനിക്ക് 83 കിലോമീറ്ററും കുമളി 99 കിലോമീറ്ററും വരുന്നുണ്ട്. 40 സീറ്റുകളാണ് ഈ ബസ്സിനകത്ത് വരുന്നത്. മനോജ് സാറാണ് ഇന്നത്തെ നമ്മുടെ ബസ്സിന്റെ സാരഥി. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൂന്നാർ ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഈ കാണുന്നതാണ് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മുടെ ലിസ്റ്റിൽ ഈ സ്ഥലമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇറങ്ങുന്നില്ല. മൂന്നാറിലെ പ്രധാന കൃഷി തേയിലയാണെങ്കിലും മറ്റു പല വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കാപ്പി. മൂന്നാറിലെ ഉയർന്ന പ്രദേശങ്ങളിൽ റോബസ്റ്റ, അറബിക്ക എന്നിവയുടെ കാപ്പി തൈകൾ കൃഷി ചെയ്യുന്നുണ്ട്. രണ്ടാമത് മസാല വിളകളാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം ഏലക്ക കൃഷിക്ക് തന്നെയാണ്. കൂടാതെ മഞ്ഞൾ, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയവയുമുണ്ട്. ഫലവൃക്ഷങ്ങളായ ഓറഞ്ച്, സ്ട്രോബെറി, പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക എന്നിവയുമുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ബ്രൊക്കോലി തുടങ്ങിയ തണുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറി കൃഷികളും ഇവിടെയുണ്ട്. മൂന്നാറിലെ വീടുകളുടെ ശൈലി തണുത്ത കാലാവസ്ഥയും മലനിരകളുടെയും ഒക്കെ സ്വഭാവത്തെ ആശ്രയിച്ചായിരുന്നു നിർമ്മിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ പാരമ്പര്യ കൊളോണിയൽ കോട്ടയ ശൈലികൾ ഇപ്പോഴും മൂന്നാറിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സിഗ്നൽ പോയിന്റ്. നല്ലൊരു കിടില സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബസ്സും കിടക്കുന്നു. സിഗ്നൽ പോയിന്റ് അല്ലെങ്കിൽ സിഗരറ്റ് പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് ഇടുക്കിയിലെ ആദ്യത്തെ ടോൾ പ്ലാസ. മൂന്നാറിൽ യൂക്കാലി മരങ്ങൾ വ്യാപകമായി കാണാം. പ്രത്യേകിച്ച് ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ പെട്ടെന്ന് വളരുന്ന ഇനമാണ് ഈ മരങ്ങൾ. ഓസ്ട്രേലിയൻ വംശജനായ വൃക്ഷമാണ് യൂക്കാലി. എന്നാൽ മൂന്നാറിൻ്റെ തണുപ്പുള്ള കാലാവസ്ഥ ഇതിനെ മികച്ച രീതിയിൽ വളരാൻ സഹായിക്കുന്നു. തൈലം ഉൽപ്പാദനത്തിനും മണ്ണൊലിപ്പ് തടയുന്നതിനും കെട്ടിട നിർമ്മാണത്തിനും കൂടാതെ മരക്കരി അതായത് ചാർക്കോൾ ഉൽപ്പാദിപ്പിക്കാനും ഇവയ്ക്ക് കഴിയും. നമ്മളിപ്പോൾ പോകുന്നത് രണ്ടാമത്തെ സ്പോട്ടായ ലോഹാർഡ് ഫോട്ടോ പോയിന്റിലേക്കാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലത്ത് മഞ്ഞു മൂടിയ പർവ്വതങ്ങളും പച്ചപ്പുള്ള തേയിലത്തോട്ടങ്ങളും വളഞ്ഞു പോകുന്ന പാതകളും ആസ്വദിക്കാൻ സാധിക്കും. ഇതിനടുത്ത് തന്നെയാണ് ലോഹാർഡ് ടീ ഫാക്ടറിയും. 1936 ബ്രിട്ടീഷുകാരാൽ സ്ഥാപിതമായതും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ചായ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് ഈ ഫാക്ടറി. എന്നാൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ ഇറങ്ങിയാൽ എക്സ്ട്രാ എൻട്രി ഫീസ് കൊടുക്കേണ്ടി വരുന്നതിനാൽ എൻട്രി ഫീസ് ഒന്നും കൊടുക്കാത്ത മറ്റൊരു പോയിന്റിൽ തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തി തരാമെന്ന് നമ്മുടെ മനോജ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗ്യാപ്പ് റോഡ്. ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന വീതി മാത്രമേ പണ്ട് ഈ ഒരു സ്ഥലത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സ്ഥലം പിന്നീട് ഗ്യാപ്പ് റോഡ് എന്നാണ് അറിയപ്പെട്ടത്. ഇപ്പോൾ റോഡൊക്കെ വലുതാക്കി നല്ല വീതിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിത് മൂന്നാർ പൂപ്പാറ ബോഡിമേട്ട് റൂട്ട് എന്നും അറിയപ്പെടാറുണ്ട്. ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു സ്വർഗം തന്നെയാണ് ഈ റൂട്ട്. ഗ്യാപ്പ് റോഡിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അരിക്കൊമ്പനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല.
നല്ലൊരു റൂട്ടാണെങ്കിലും അരിക്കൊമ്പൻ്റെ ന്യൂസിന് ശേഷമാണ് ഗ്യാപ്പ് റോഡ് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇനി നമ്മൾ പോകുന്നത് മലൈക്കള്ളൻ കേവിലേക്കാണ്. ഹൈവേയോട് ചേർന്ന് തന്നെ ഒരു മലയിടുക്കിലാണ് ഈ മലൈക്കള്ളൻ കേവ് സ്ഥിതി ചെയ്യുന്നത്. മലയിൽ കള്ളൻ ഗുഹ എന്ന 3 വാക്കുകളാൽ നിർമ്മിതമാണ് മലൈക്കള്ളൻ ഗുഹ. ഒരു ഗുഹയ്ക്കുള്ളിലാണെന്ന തോന്നലല്ലാതെ മറ്റൊന്നും ഗുഹയ്ക്കുള്ളിൽ കാണാനില്ല. മൂന്നാർ ചിന്നക്കനാൽ സ്വദേശിയായിരുന്ന ഒരു കള്ളനായിരുന്നു മലൈക്കള്ളൻ. മലൈക്കള്ളൻ വലിയ സമ്പന്നരുടെ വീടും ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ കൊള്ളയടിക്കുകയും പതിവായിരുന്നു. എന്നാൽ ഈ പണം മുഴുവൻ ഈ പ്രദേശത്തെ ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നുവെന്നും ചിലർ കഥയോട് കൂട്ടിച്ചേർക്കുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെയും നമുക്ക് ലഭിക്കും. കൂടാതെ ധാരാളം സന്ദർശകർ എത്തുന്നതിനാൽ കടകൾ ഉണ്ടെന്നതും വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ അടുത്ത സ്പോട്ടാണ് പെരിയകനാൽ വാട്ടർഫോൾസ്. നിർഭാഗ്യവശാൽ ഞാൻ ചെന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തിരിച്ചു വരുമ്പോഴാണ് നമ്മളിവിടെ നിർത്തുക. നമ്മുടെ അടുത്ത സ്പോട്ട് ഓറഞ്ച് പ്ലാന്റ്സ് ആണ്. ഇവിടെ നിന്ന് ആനയിറങ്കൽ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയും കാണാം. കൂടാതെ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ധാരാളം ഓറഞ്ച് മരങ്ങളും കാണാൻ സാധിക്കും. നമ്മുടെ അടുത്ത സ്പോട്ട് ആനയിറങ്കൽ ഡാമാണ്. ഇങ്ങോട്ടേക്കുള്ള വഴിയാണ് ആകെയുള്ള ഒരു പോരായ്മ. ധാരാളം ഏലച്ചെടികളും പോകുന്ന വഴിയെ കാണാൻ സാധിക്കും. ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിലായി പന്നിയാർ പുഴയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ആനയിറങ്കൽ ഡാം. ഒരു വശം വനമേഖലയാലും മറ്റു വശങ്ങൾ ടാറ്റയുടെ ടീ പ്ലാന്റേഷനാലും അണക്കെട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം പന്നിയാർ പുഴയിലൂടെ കുത്തുങ്കലിലും പുന്മുടി അണക്കെട്ടിലും എത്തുന്നു. കുത്തുങ്കൽ, പന്നിയാർ പവർ ഹൗസുകളിൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ബിയൽറാം എന്നിവിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറു തോടുകളിലെ ജലവും തമിഴ്നാട് അതിർത്തിയിലെ മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളവുമാണ് ഈ അണക്കെട്ടിൽ സംഭരിക്കുന്നത്. മണ്ണും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യ എർത്ത് ഡാം ആനയിറങ്കൽ ഡാമാണ്. 1964 KCB ആണ് ഈ ഡാം കമ്മീഷൻ ചെയ്തത്. 1965 ഡാമിന്റെ പണി പൂർത്തിയാക്കി. അണക്കെട്ടിന്റെ ഉയരം 112 അടിയാണ്. നീളം 1070 അടിയും. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ജലസംഭരണി നിറയുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ഫിലിപ്പോസ് ആണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. അണക്കെട്ടിന് സ്പിൽവേ സംവിധാനമുണ്ട്. പൊന്മുടി ഡാമിന്റെ സഹായ അണക്കെട്ടായാണ് ആനയിറങ്കൽ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഡാമിന്റെ മറ്റൊരു പ്രത്യേകത, സാധാരണ ഡാമുകളുടെ ഷട്ടർ സെൻട്രലിലാണുള്ളതെങ്കിൽ ആനയിറങ്കൽ ഡാമിന്റെ ഷട്ടർ അങ്ങേ അറ്റത്തായിട്ടാണ് കാണുന്നത്. നമ്മുടെ അടുത്ത സ്പോട്ട് സ്പൈസസ് ഗാർഡൻ ആണ്. ഇവിടെ സ്പൈസസ് ഒക്കെ നമുക്ക് വാങ്ങുകയും കാണുകയും ഒക്കെ ചെയ്യാം. പ്രധാനമായും ഇവിടെ ബസ് നിർത്തുന്നത് തന്നെ വാഷ്റൂമും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ചുറ്റും ഏലക്കാടുകളാൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്പൈസസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ലഞ്ചിനായി ഹോട്ടലിലുമൊക്കെ നിർത്തും. അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിനെ പറ്റിയുള്ള ടെൻഷനൊന്നും ആർക്കും ആവശ്യമില്ല. നമ്മുടെ അടുത്ത സ്പോട്ടാണ് ചതുരംഗപ്പാറ. ഒരാൾക്ക് 150 രൂപയാണ്. മിനിമം 8 പേരുണ്ടെങ്കിലേ ജീപ്പ് എടുക്കൂ. ഈ റൈഡിൽ ആദ്യം കൊണ്ടുപോകുന്നത് കള്ളിപ്പാറയിലേക്കാണ്. എന്നിട്ടാണ് ചതുരംഗപ്പാറയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ക ഓഫ് റോഡാണിത്.
ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് കള്ളിപ്പാറ. നീലക്കുറിഞ്ഞു പൂക്കുന്ന മലകളാണ് അതൊക്കെ. ഇനി നമ്മൾ പോകുന്നത് ചതുരംഗപ്പാറയിലേക്കാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്. തേനി ഭാഗമൊക്കെയാണ് അത്. രാമയ്ക്കൽ മേട് വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതിവേഗ കാറ്റ് വീശുന്നതിനാൽ വ്യൂ പോയിന്റ് സന്ദർശിക്കുമ്പോൾ സന്ദർശകർ ജാഗ്രത പാലിക്കണം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വന്നാലും തണുപ്പ് അനുഭവിക്കാനാകും. സഞ്ചാരികൾക്ക് സുരക്ഷിതമായി ട്രെക്കിംഗ് നടത്താൻ പറ്റുന്ന ഇടം കൂടിയാണ് ചതുരംഗപ്പാറ. ഈ ഒരു റൂട്ട് എടുക്കാൻ കാരണം തന്നെ ചതുരംഗപ്പാറ കാണുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പ്രകൃതിയുടെ വിസ്മയങ്ങൾ നെഞ്ചേറ്റുന്നവർക്ക് ചതുരംഗപ്പാറ ഒരു പറുദീസയാണ്. ഭൂപ്രകൃതിയെ ചുറ്റിപ്പറ്റിയുള്ള കൂറ്റൻ കാറ്റാടി മില്ലുകൾ സന്ദർശകരെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. ഇതാണ് പൂപ്പാറ ടീ ഗാർഡൻ. മറ്റൊരു നല്ല ഫോട്ടോ പോയിന്റ് തന്നെയാണ് ഇത് ഹാരിസൺ മലയാളം എന്നവരുടെ തേയിലത്തോട്ടമാണെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. തേയിലയുടെ ഇടയിൽ കുരുമുളകും ഉണ്ട്. തിരിച്ചു വരുമ്പോൾ പെരിയകനാൽ വാട്ടർഫോൾസും നമ്മുടെ ലോഹാട്ട് വ്യൂ പോയിന്റും ഒക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അവിടെ ഇറങ്ങണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ ചേട്ടനെ അറിയിക്കാനും സാധിക്കും. മൂന്നാറിൻ്റെ മനോഹാരിത അനുഭവിക്കാൻ ഇതിലും മികച്ച അവസരം ഇല്ല എന്ന് തന്നെ പറയാം. അതിസുന്ദരമായ ദൃശ്യമേഖലകൾ ചിലവ് ചുരുക്കി ആസ്വദിക്കാൻ ഈ സൈറ്റ് സീയിങ് ബസ് ഒരവസരമാണ്. ഒരു ദിവസം നിങ്ങളും ഈ ഒരു യാത്രയ്ക്കിറങ്ങും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.